അപ്പം കുറച്ച് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാണ് തഞ്ചാവൂരെത്തി. മുന്നോട്ടു വേഗം പോകാം ഞങ്ങൾ ഇവിടുന്ന് വിളങ്ങിയിട്ട് റൂമിൽ പോകും. എന്നിട്ട് വന്ന് ഈ കോലമുണ്ട് ഇപ്പൊ ഈ പാണ്ഡീച്ചി ആയില്ലേ, ഞങ്ങള് അതിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഈ കോളം റെയിൽവേ സ്റ്റേഷനിലൊരു ഗോപുരം. വല്ലാതെ മാറി. പണ്ട് വന്ന പോലെയൊന്നും അല്ലല്ലോ. അതെ, ആദ്യമായിട്ട് വരുമ്പോ കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ട് എങ്ങനെയായിരുന്നു എല്ലാരും ആദ്യ ഞാൻ വന്നിട്ടുണ്ട്. ഇവരിവിടുന്ന് ചാടുമായിരുന്നു അമ്പലത്തിൽ. ചേച്ചി നിങ്ങൾക്ക് എന്താ ജീവൻ കിടക്കാൻ എന്തെങ്കിലും കഴിച്ചാൽ പോലെ മൊത്തം പ്രശ്നമാണ്. അവർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് കൺഫ്യൂഷൻ ആയി. അവരെല്ലാം കൂടി കൊണ്ടു വയ്ക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ ക്യാമറയിൽ ഒതുങ്ങിയ ക്ലിയറോ ഓപ്പൺ എന്തായിരിക്കുന്നത്. നാരണ്ട കുറച്ച് തമിഴിൽ പേസ് തമിഴ് സ്പെഷ്യലി ഞങ്ങളൊക്കെ നീറോസ്. ഞാനും ഡബിൾ ബെനിഫിറ്റ് ഒള്ളിയായിട്ട് എഴുതുക. നെഞ്ചിൽ കുടിയിരിക്കും. അത് മാത്രമല്ല ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ റൂം കിട്ടിയിട്ടുണ്ട്. വെള്ളം കുപ്പിയൊക്കെ തന്നിട്ടുണ്ട്. വെള്ളം കിട്ടാൻ നമുക്ക് ഇവിടെ ഇത് നോക്കിയാൽ അമ്പലം കാണാം. അത്ര അടുത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അമ്പലത്തിന്റെ മതില് കാണാം. അമ്പലത്തിന്റെ മതില് കാണാം. ആ ഓട്ടോ കൂടെ നമുക്ക് കാണുന്നില്ല. അതിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള പ്രതിഷ്ഠ. പിന്നെ റൂമിലേക്ക് കയറുക. അപ്പൊ ശരി. നിക്ക് ഞാൻ കാണിക്കാം. അപ്പൊ എല്ലാരും റൂമിലെത്തി. അപ്പൊ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. വ്യൂ എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ കാണൂ ഇതേപോലത്തെ വ്യൂ. നിങ്ങൾ പറ കേട്ടോ. പല കളറും ഷീറ്റ്സും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇനി പയ്യ ഫ്രഷ് ആയിട്ട് ഇവിടെ അടുത്തൊരു മ്യൂസിയം അത് കഴിഞ്ഞ് വന്ന് ഡ്രസ് മാറി 4 മണിക്ക് തഞ്ചാവൂർ ടെമ്പിൾ ടെമ്പിൾ പോകും. അതെ അതെ ശിവനാണ് ആരെങ്കിലും ആവട്ടെ. അപ്പൊ അവിടെ പോകും. അപ്പൊ നമ്മൾ റൂം എടുത്തു, ഫ്രഷായി. നമ്മൾ എവിടെയാ പോണേ? മ്യൂസിയം.
വൈകിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ, ബൃഹദീശ്വരത്തിൽ പോകുന്നത്. ഇപ്പം അത് അടച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ മ്യൂസിയത്തിൽ പോയിട്ട് പിന്നെ നമ്മൾ ബൃഹദീശ്വരം പോകും. ഓക്കെ, ഒരു ആമിക്കുട്ടിയോ നമ്മളെയൊക്കെ ഒന്ന് കാണാൻ കുറച്ച് വൃത്തിയും മര്യാദല്ലേ. കുളിച്ചു, ആർക്കും ഡ്രസ്സില്ലേ? ഇവര് കുളിക്ക് ഡ്രസ്സെങ്കിലും പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ പാൻറ്, ഒപ്പളൊക്കെ ഒറ്റ പാൻറ്റിലാണ് കഴിയണം. ഞാനും അതെ, ഇവര് ഡ്രസ്സെങ്കിലും ഉണ്ടല്ലോ. അതെ, എന്തൊരവസ്ഥയാ. അതേ പ്രത്യേകതരം കാർ പാർക്കിംഗ് സൗകര്യം ജ്യൂസ് കുടിച്ചു. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആർക്കിയോളജിയുടെ ഒക്കെ ഇത്രയും വലിയ ഡിപ്പാർട്ട്മെന്റ്. എന്റെ BBA ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഒരു ഡോറിന്റെ വലിപ്പമുണ്ട്. തഞ്ചാവൂരിന്റെ തെരുവ് വേദികളിലൂടെയാണ് ഞാനും എന്റെ സഹോദരന്മാരും മന്ദം നടന്നു നീങ്ങുന്നത്. ഇവിടെ പലതരം ആളുകളെ കാണാം. അവർ ജീവിക്കാൻ വേണ്ടി അത്യന്തം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലത്ത് കുട ചൂടിയാണ് ഞങ്ങളല്ല ഇവരും ദവരും നടക്കുന്നത്. ഞങ്ങൾ തീയിൽ കുരുത്തതായതുകൊണ്ട് വെയിലത്ത് വാടാതെ ഇങ്ങനെ നടക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ വാടുപോയെന്ന് ദൈവത്തിനറിയാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു ഫ്രണ്ടിലുള്ളവർ 3 പേർ. ഞങ്ങൾ അതില്ല, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സംഭവം 2 മണിക്കൂറായി നടക്കുന്നു. പാലസിന് കണ്ടുട്ടോ പേര്. വണ്ടികളുടെ അതിഭീകരമായ ഹോണടികളിൽ ഞങ്ങൾ വളരെ അസ്വസ്ഥരാകുന്നു. ഞങ്ങളെ തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിലേക്ക് ആനയിക്കുവാൻ 2 ആനകളുണ്ട് ഇവിടെ. കുറച്ച് തണൽ തേടി ഞങ്ങൾ ഇവരവിടെ നിന്നു, ഞങ്ങളും നിന്നു. ഇതാണ് ഈ ടൂർ പ്ലാനിന്റെ സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വോയിസ് ഓവർ പോവായിരുന്നു. ആക്കുന്നത് ഇത് ഫയർഫോഴ്സിന്റെ പരിപാടിയാണെന്ന്. ഞങ്ങൾ എന്തിനും ഇവിടെ കൊണ്ടുവന്നു? കൊല്ലാൻ കൊണ്ടുവന്നാണോ? ഇവിടെ തീ വന്ന എങ്ങനെ കെടുത്തണമെന്ന് പഠിപ്പിക്കാൻ നേരത്തെ കൂട്ടി പുറപ്പെട്ട ഞങ്ങൾ ചമ്മിയിരിക്കുന്നു. സംഭവം 1:30 തുറക്കുള്ളൂ. ഇനി ഞങ്ങൾ വീണ്ടും ഇവിടെ പോസ്റ്റ്. ഇങ്ങനെയാണ് ജീവിതം. അതെ, അത് മനസ്സിലാക്കണം നിങ്ങൾ. ഒന്നും നടക്കില്ല. നമ്മളെ പലതും താഴ്ത്താൻ വരും. നമ്മൾ താഴരുത്, മുന്നോട്ട് പോകുന്നു. ഇതുണ്ട്, ഇവരവിടെ ഇരിക്കാം. ആമി ഉറങ്ങി. ചിലര് വിശ്രമിക്കും, പക്ഷെ നമ്മൾ വീണ്ടും എണീറ്റ് ഓടണം. മറ്റേത് ചിലർ ഇവിടെ വിശ്രമിക്കുന്നു, ഞങ്ങൾ അപ്പോഴും തളരാതെ നിൽക്കുന്നു. അതിനെ നേരം കാണും. നമ്മൾ എണീറ്റ് ഓടണം. ഓടുന്നു, എങ്ങോട്ട് ഓടാൻ? ഇവിടെ തുറന്നിട്ടില്ല പരിപാടി. അതല്ല, ഇയാള് ലൈഫ് ലെസൺ പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങൾ ചമ്മേന്റെ ഒരു ചെളുപ്പം മുഖത്തില്ലല്ലോ, അത് മാറ്റാനാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത്. വിശ്രമിക്കാൻ തോന്നുന്നുണ്ടോ കുറച്ച് ജീവിതത്തിൽ? വിശ്രമിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി നാള് ഓടി മടുത്തു. ഇപ്പഴല്ലേ പറഞ്ഞ വിശ്രമിക്കരുത്. ഞാൻ ഫുൾ സപ്പോർട്ട്. ഹലോ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തഞ്ചാവൂർ പാലസിലാണ്. ഇപ്പോൾ ഇത് ഓപ്പൺ അല്ല, 1:30 ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇതിനെ മറാഠ പാലസ്, നായിക് പാലസ് എന്നും പറയുന്നുണ്ട്. അതായത് മറാഠ റൂളേഴ്സ് 1674 മുതൽ 1855 വരെ ഇവിടെ ഭരിച്ചിരുന്നെന്നാണ് പറയുന്നത്. അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ പാലസ്. പിന്നെ തഞ്ചാവൂർ നായക്സ് ഇത് പാർഷ്യലി പണിതിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഭാഗികമായി അവരാണ് ഇത് പണിതെന്നും പറയുന്നുണ്ട്. ബാക്കി നമുക്ക് അതിശയം. വിശ്രമിക്കരുതെന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കല്ലില്. ഞാൻ അപ്പോഴേ മലയാളത്തിൽ പറഞ്ഞു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാണാൻ വരുന്ന വഴിക്കെല്ലാം നിൽക്കുന്നുണ്ട്. മ്യൂസിയം തുറന്നെന്ന് കേൾക്കുന്നല്ലേ? ഇവിടെ കുറെ പേര് ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് കാണാം. ആശ്രമം ഇതാണോ? ആമയും തലയും വെച്ച് ഉണ്ണിയേട്ടൻ പോകുന്നു. ഒരു ഗോപുരം ഞങ്ങൾ കണ്ടിരിക്കുന്നു.
നാട്ടിലെ മെയിൻ കർഷകനാണ് റിപ്പോർട്ട്. വെട്രോളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. വെട്രോളം ഇത് പരശുരാമൻ അല്ല, പരശുരാമൻ ഒരു മഴയാണ്. അത് കേരളമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഇതെന്താ മെയിൻ ആളാ. പണിയെടുക്കുന്നവർക്കായിരുന്നു ഇതൊക്കെ, നമ്മളെപ്പോഴൊന്നും അല്ല. അങ്ങനെ ആർട്ട് ഗാലറിയിലെത്തി ഗൈസ്. ഇതെന്ത് എന്തത്? വീണ്ടും ആർട്ട് ഗാലറി 2 മണിക്ക് തുറക്കോളെന്നാണ് പറഞ്ഞത്. ആർട്ട് ഗാലറി 2 മണിക്ക് തുറക്കോളോ? എന്തോ 2 മണിക്കാന്ന് പറഞ്ഞു. പുതിയ ടെക്നോളജി തുറന്ന് സീലടിക്കും. വൺമാൻ ഷോയാ എല്ലാം നമ്മൾ തന്നെ ചെയ്യും. ആരും ഉണ്ടാവുക, എന്നും ആരും കാണുക ഒരു ഗുണപാഠമാണ് ഈ ടൂറിൽ നിന്നല്ല, ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മുമ്പ് പോസ്റ്റായ സ്ഥലത്ത് നമ്മൾ കണ്ടു വിശ്രമിക്കരുത്. അതെ വൈശാട്ടം കണ്ട. ഇതെന്താ റെയ്ഡോ? അങ്ങനെയൊന്നുമില്ല, പോയേക്കാം. മണി ഇവിടെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. എന്തായാലും ഞങ്ങൾ ഫോട്ടോ എടുക്കാം, അതൊക്കെ നടക്കും. ആർട്ട് ഗാലറി തുറക്കുള്ളൂ. അപ്പൊ നമ്മള് രാജാവ് കുളിച്ച കുളം കണ്ടിട്ട് ഞങ്ങൾ വിളിക്കാറില്ല, രാജാവ് കുളിക്കാറുന്നാണ് ഇവിടെയുള്ളവര് പറയുന്നു. രാജാവ് കുളിച്ച കുളം കണ്ടിട്ട് ആർട്ട് ഗാലറി തുറക്കാനായിട്ട് ഗാലറി കാണാനായിട്ട് നോക്കിയിരിക്കുന്നതാണ്. തുറന്നതേ ഓടി. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിലെല്ലാം കണ്ട് മടുത്തു. കുറെ നൈസായിരുന്നു കേട്ടോ, നല്ല സ്ഥലമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴാണ് നമ്മളെ എടുത്ത് തോട്ടിക്കളയുന്നത്. എന്ത് ബുദ്ധിയും കഴിവൊക്കെയാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതിനകത്ത്. പഴയ സാധനങ്ങൾ, പഴയ പാത്രങ്ങളൊക്കെ തന്നെ എടുത്തോണ്ട് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്നു. 2 അല്ലല്ലേ, അത് കൂടുതൽ നടന്നില്ലേ? നമ്മളവിടെ നിങ്ങൾ എത്ര കിലോമീറ്റർ നടന്നു? ഒരു 2-2.5 കിലോമീറ്റർ നടന്നു. അപ്പൊ അങ്ങോട്ട് ഒന്ന് ഓട്ടോയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അവര് ഭയങ്കര ബഹളം. പിന്നെ അവരോട് പോയിട്ട് 35 രൂപയ്ക്ക് നിങ്ങളിങ്ങനെ കിടന്നു ബഹളം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഓട്ടോയ്ക്ക് പോകാൻ വിചാരിച്ചു. അവരോട് വില ചോദിക്കാൻ ചെന്നപ്പം അവര് അവിടെ കിടന്നത് ഭയങ്കര വർത്തം. പിന്നെ അതുണ്ടായില്ല. ഞങ്ങൾ പിന്നെ നടക്കും ഇപ്പോഴേ. പിന്നെ പറഞ്ഞു വരുമ്പോ അവരുടെ കയ്യിൽ നിന്ന് അടികിട്ടാണ്ടിരിക്കാൻ നടക്കണമെന്നേ വേണം എന്ന് വിചാരിച്ച്. ആരോഗ്യത്തിന് നല്ലതാണല്ലോ അല്ലേ? അതെ. നന്മയുള്ള അതിന്റെ ഇടയില് ആര് சொல்ற? கரெக்டான பாஸ்வேர்ட் சொல்லி கொடு. 211 பாஸ்வேர்ட் கரெக்ட்டா? இன்கரெக்ட்டா சொல்றேன். பக்கனாலங்க பாஸ்வேர்ட் ദയവസൈഡ് അങ്ങനെ അറിയത്തില്ല. നമ്മൾ ഫോർവേഡ് ചെയ്തു. 211 താനേ. 211 താനേ. റിസപ്ഷനാണോന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ
എന്നാലും നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ. ഇതുവരെ കണ്ട എല്ലാ മക്കാമി സിനിമയും ആലോചിച്ച് ധ്യാനിച്ച് ഇതെടുത്തിട്ട് വേണ്ട ലൗഡ് സ്പീക്കർ ഇടാൻ പറ്റുമോ? പാസ്വേഡ് ഇൻകറക്റ്റാ சொல்றேன். ക്യാപിറ്റൽ தானே அது ஸ்மால் பட் இன்கரெக்ட் கனெக்ட் பண்ண மாட்டேங்குது. ஓகே ஓகே 212 അങ്ങനെ കറക്റ്റ് ആവുന്നാ പറയണേ. 211 തന്നെയാണ്. ഞങ്ങള് ഞങ്ങളൊക്കെ സാരി ഉടുത്ത് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിലേക്ക് നടന്നു പോവാണ്. അപ്പൊ ഞങ്ങള് തൊഴുതിറങ്ങി ഭക്തി ബൃഹദീശ്വരം എടുത്തു. പ്രസാദം കിട്ടി. ഭദ്രാജി എവിടെ? ഇവിടെ മറ്റേ പരിപാടിയൊക്കെ കൊള്ളാം. അപ്പൊ അങ്ങനെയൊക്കെ സൂപ്പർ. നല്ലൊരു പീസ്ഫുൾ അപ്പൊ
ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആര്യഭവനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഫ്രൈഡ് റൈസ് പാർവതി എന്താ ഓർഡർ ചെയ്ത്? ഫ്രൈഡ് റൈസ്. ദോശയൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് എന്താ ഓർഡർ ചെയ്തേ? പൊറോട്ട. ആമി നെയ്റോസ്. ഹായ്, നിങ്ങൾ എന്നാ ഓർഡർ ചെയ്തേ? ഓക്കെ, മന്തി പൊറോട്ട. അതൊരു ഡിഫറെന്റ് ഐറ്റം ആണേ, വരുമ്പോ കാണിച്ചു തരാം. നന്ദകുട്ടി ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പൊ സ്വീറ്റ് ആണത്. അത് സ്വീറ്റ് ആണോ? അത് മസ്റ്റ് ഫ്രൈ ഐറ്റം ആണ് ഇവിടുത്തെ. മന്തി വന്നു ഗൈസ്. മന്തി നോണിൽ മാത്രമല്ല വെജിലും മന്തിയുണ്ട്. വൗ, ഇതാണ് പൊറോട്ട മന്തി ഗൈസ്. കഴിച്ചു കഴിഞ്ഞാൽ തുടയ്ക്കാന്നുള്ള ശീലം ഞങ്ങള് വീട്ടിൽ നിന്നേ പഠിച്ചതാ. പൊറോട്ട മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? പൊറോട്ട മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? നാളത്തേക്കുള്ള ബുക്കിംഗ് ആണ്. അതെന്തത്? മീനോ? അല്ല, നോ അല്ല, എനിക്കറിയാം കണ്ട അതെന്താണ്. പിന്നെ ഇവിടെ വെജാ. ആ, എഗ് ഉണ്ട്. എഗ് വെജാന്നറിയില്ലേ ഗൈസ്? ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയൻസ് ആണ് കേട്ടോ. വെറുതെ പറഞ്ഞതാ കേട്ടോ. എന്നിട്ട് ആ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പാർവതി, റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ സോസ് മാത്രം കൂട്ടിയാണ് കഴിച്ചത്. ഇത് പ്രമോഷൻ അല്ല കേട്ടോ. ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. ശ്രീ ആര്യ ഭവൻ തഞ്ചാവൂരില്. നല്ല കേട്ടോ, വർത്താണേ. ഇത് പ്രമോഷനൊന്നുമല്ല ഞങ്ങളുടെ. പിന്നെ ഇത് പ്രമോഷനൊന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയ കാര്യം ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്കൊരുകൂടെ ഒരു ഫുഡ് ബ്ലോഗിങ് കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. 감자. ഒരു കാറ്റ് പോലെ നെഞ്ചിനെ പോലെ അഴകേ ഈ അനുരാഗം. താഴെ തൊട്ടേ വിളിക്കുക.
ആകാശമേ സംഭവിച്ചു